ഹലോ ഫ്രണ്ട്സ്, എമ്മി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മക്കളൊക്കെ മദ്രസയില്ലാത്ത നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ടെറസിൻ്റെ മുകളിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായത് തന്നെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിന്ന് പാകമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കളറൊക്കെ വന്നതാണ്. അപ്പോൾ ചെറിയതാണ്, അത്യാവശ്യം നല്ല വലിപ്പമൊന്നുമില്ല. അതിൻ്റെ കായ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം അത് പാകമായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് 2-3 ദിവസം കഴിഞ്ഞാൽ പാകമാകും. പക്ഷേ ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂവ് അത്യാവശ്യം വലിയ ഫ്ലവറായിട്ടാണ് വരുന്നത്. അപ്പം കണ്ടില്ലേ, നല്ല കളറും വൈറ്റും പിങ്കും ഒരു യെല്ലോയിഷ് കളറൊക്കെ കൂടി നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണുന്നത്. തേനീച്ച, അപ്പോൾ ഞാൻ തേനീച്ചകൾ ചെറുതായിട്ട് അതിൽ വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് പോവാം കേട്ടോ. അപ്പം ഇന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നീർദോശക്ക് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ മാവ് സാധാരണ ഇഡലി ദോശക്കുള്ള മാവ് അരച്ച് വെക്കലാണ്. ഇന്നിപ്പോൾ ഇന്നലെ ആയതുകൊണ്ട് അത് അരച്ച് വെച്ചിട്ടില്ല, മറന്നുപോയി. അപ്പം അത് അരച്ച് വെക്കണം. പിന്നെ ചോറിനുള്ള വെള്ളം വെക്കാണ്. രാവിലത്തെ പണികൾ വേഗം പെട്ടെന്ന് തീർക്കണം. ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് ചോറും കറികളൊക്കെ വെക്കണം കേട്ടോ. അതുകൊണ്ടൊന്നും ഞാൻ ആ പണിയോട് കഴിഞ്ഞാൽ നമ്മൾ. അപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ. ഞാൻ എനിക്ക് അടുപ്പില്ല, അതുകൊണ്ട് തന്നെ ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും മാത്രമാണുള്ളത്. അടുപ്പിലുള്ള ഒരു കിച്ചൺ ചെറിയൊരു സ്പേസിലാണ്. അപ്പോൾ ആ ഒരു സ്പേസിക്ക് അടുപ്പിലുള്ളൊരു സ്പേസില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറ് വെക്കുന്നത് ഇൻഡക്ഷനിലാണ്. പിന്നെ ചെറുപയർ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീര ഉണ്ട്. അപ്പോൾ ചീരക്ക് വേണ്ടി നമ്മൾ തേങ്ങ ഒന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കാവുന്നതാണ്. തേങ്ങ ഒക്കെ നല്ലോണം ഉണക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര കിട്ടാൻ ഭയങ്കര പ്രയാസമായിട്ടുണ്ടായി. അപ്പം തേങ്ങൻ്റെ പൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തേങ്ങ നിങ്ങളൊക്കെ എങ്ങനെയാണ്, അരച്ചിട്ടാണോ അതോ ഇത് ക്രഷ് ചെയ്തിട്ടാണോ? ഇതിൽ നമ്മൾ പച്ചമുളകും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഒന്ന് ഒതുക്കിയിട്ടാണല്ലോ ചീരയ്ക്ക് ഇടൽ. അപ്പോൾ അങ്ങനെ ഞാൻ അതേപോലെ തേങ്ങ അതേപോലെ ഇടലാണ് കേട്ടോ. പിന്നെ തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങൻ്റെ വെള്ളം കുടിക്കുക, അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പം എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, തേങ്ങൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ പൊട്ടിക്കുകയാണെങ്കിലും തേങ്ങൻ്റെ വെള്ളം കുടിക്കലുണ്ട്. മക്കൾ ഇവിടെ പൊട്ടിക്കണ ഒച്ച കേടുമ്പോഴത്തേനല്ലോ ഒന്നുപോലും ഉറങ്ങായതുകൊണ്ട് ഞാനത് കുടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ തേങ്ങ ചിരകലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് നമുക്ക് ചീരൻ്റെ ഉപ്പേരി വെക്കാൻ നോക്കാം. അപ്പോൾ ഓരോ പണികൾ വെവ്വേറെ നമുക്ക് തലേന്ന് തന്നെ രാത്രി പ്ലാൻ ചെയ്ത് വെച്ചാൽ എന്താക്കാം, നമുക്ക് ഇന്നലെ രാത്രി തന്നെ ചീരയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കാം, വേഗം തന്നെ നമുക്ക് എന്താക്കാം, കിച്ചണിലെ പണികൾ വേഗം തീരും. അങ്ങനെയൊക്കെ തലേന്ന് എന്തൊക്കെ എന്ന് വെക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ച് വെച്ചാൽ നമുക്ക് വേഗം തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചീര ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ആ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് എന്താക്കണം, നമുക്കൊന്നത് മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കാം. അപ്പോൾ അങ്ങനെ ശേഷം ഞാൻ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ചീര നമുക്ക് ദോശ ഉണ്ടാക്കാം. നേരത്തെ മാവ് അരച്ച് വെച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുക, നീർദോശ. അപ്പം അതിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ചെറുപയർ കറി ഇനി വറവിടാനുണ്ട് കേട്ടോ. ജസ്റ്റ് ചെറിയ ഉള്ളി, കറിവേപ്പില ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ദോശൻ്റെ പരിപാടി, ഞങ്ങൾ 3 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ദോശൻ്റെ പരിപാടി വേഗം കഴിയും. ദോശൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദോശയൊക്കെ റെഡിയായി. വളരെ കുറച്ചാണ് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നൈറ്റ് എങ്ങാനും നമുക്ക് ഡിന്നറിന് ദോശ ആക്കിയാൽ വേറെ എന്തെങ്കിലും കറി വെച്ചാൽ മതി. അങ്ങനെ ചെറുപയർ ഇനി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ ഇനി നമുക്ക് എന്താക്കാം, വറവിടാം. ഞാൻ ചെറിയുള്ളിയും മുളക് പൊടി, ഇത്തിരി മുളക് പൊടി മാത്രമാണ് ഇട്ടത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഒരു മുളക് പൊടി. നമുക്ക് കടുക് വേണമെങ്കിൽ ഇടാം, കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷേ കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല.
പിന്നെ അടുത്ത് നമുക്ക് എന്താക്കാം, ഫിഷ് പൊരിക്കുകയാണ്. മത്തിയാണ് കേട്ടോ. മത്തി ഇന്നലെ തന്നെ മസാല കൂട്ടി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് അതൊന്ന് പൊരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞോളും. അതിൻ്റെ ഇടയിൽ ചോറായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം അങ്ങനെ ചോറായിട്ടുണ്ട്, അതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ, നല്ല നീർദോശയുണ്ട്, ചെറുപയർ കറിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനതൊക്കെ കഴിക്കട്ടെ. പിന്നെ 2 ദിവസമായിട്ട് വിചാരിക്കുകയാണ് കിച്ചണിൽ ടേബിളൊന്ന് ക്ലീൻ ആക്കണമെന്ന്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല നീറ്റിൽ കിട്ടൂല. ടേബിൾ എപ്പോഴും ഈ ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടായതിനെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് അത് ക്ലീൻ ആക്കാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കൈയോടെ തന്നെ സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് എന്താക്കുക, ഒരു നീറ്റായിട്ട്, അല്ലെങ്കിൽ അതിമേലൊക്കെ ഉണ്ടാകണമെന്നൊക്കെ നമുക്ക് കാണും. ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ലൊരു വൈറ്റാക്കി ഡ്രൈ ആക്കിയാൽ അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ലേന്ന്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു പിന്നെ ചൂടുള്ള കുക്കർ വെച്ചതാണ് അതിൻ്റെ വട്ടത്തിലുള്ള അടയാളം കേട്ടോ. ചൂടുള്ള കുക്കർ ഗ്യാസ്മേന്ന് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ആയി പോയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുപയർ കറി രാവിലത്തെ ചെറുപയർ കറിയാണ്, അതൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ചീര ഉപ്പേരി ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ചോറ് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയി. ഇനി കിച്ചണിലെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതൊക്കെ വേഗം അടിച്ച് വാരലും തുടക്കലും ഒക്കെ കഴിക്കാൻ വിചാരിച്ച്. നമ്മളത് വൈറ്റ് ടൈലായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ഒരു നമുക്ക് മുടി തന്നെ അധികമായിട്ട് മുടി തന്നെ ഉണ്ടാവല്, നല്ല മുടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വേഗം അറിയാൻ പറ്റും. പേൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒരു ക്രീം കളറാകുമ്പോൾ നമുക്ക് എന്നാലും അറിയും. പക്ഷേ വൈറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ നടന്ന കാലിൻ്റെ പാട് വരെ അറിയാൻ പറ്റും, എന്ത് ചെറുതുണ്ടെങ്കിലും. അപ്പം ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും, 3 പ്രാവശ്യം ഇല്ലെങ്കിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം അടിച്ചു തരുന്ന ടൈമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ അടിച്ചു വരാഞ്ഞാൽ അത് നല്ലപോലെ കാണും. പക്ഷേ വൃത്തിയാക്കി ഇട്ടാൽ ഇതിനേക്കാളും വൃത്തിയായി നിൽക്കണ വേറെ ടൈലില്ല എന്നും പറയാം. ഒരു ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പ്ലെയിനാണ്. തുടച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റാണ്. പക്ഷേ ആരെങ്കിലും ഒരാൾ നടന്ന് പോയാലൊക്കെ നല്ലോണം അറിയാൻ പറ്റും. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ മാക്സിമം കിച്ചണിൽ തന്നെ ഒരു മോപ്പ് എടുത്ത് വെക്കലാണ്. എപ്പം എന്തെങ്കിലും കണ്ടാലും വേഗം ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ മോപ്പ് ചെയ്ത് വിടുകയാണ്. അപ്പം പൂച്ചകൾ ഇങ്ങനെ കയറുന്നതുകൊണ്ട് തന്നെ പൂച്ചൻ്റെ കാൽപ്പാട് നല്ലോണം സിറ്റൗട്ടിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പം എപ്പോഴും മോപ്പ് അവിടെ ഒരു ചാരി വെച്ചാൽ നമുക്ക് കൈയോടെ എടുത്ത് എന്താക്കാം, മോപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഒരു വൃത്തിയായിട്ട് ഇരിക്കും. അപ്പോൾ കിച്ചണിൽ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ലഞ്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അതൊക്കെ കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കിച്ചണിൻ്റെ ഡ്യൂട്ടി അത് കഴിയും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ ടൈമിലോ വന്നാൽ മതി, ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നാൽ മതി. അപ്പോൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാണ്. നിങ്ങളൊക്കെ വീഡിയോ കാണുന്നത് ഏതൊക്കെ സ്ഥലത്തു നിന്നാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ആരൊക്കെ വീഡിയോ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ജില്ലകളിൽ നിന്നാണോ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കാണുന്നത് ആ പേരൊന്ന് എന്തൊക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെ നിന്നൊക്കെ കാണുക നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ കിച്ചണും സിങ്കൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ അത്രക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.